ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. വി സതീശൻ അധികാരം ഏൽക്കുമ്പോൾ നടത്തുന്ന ചില ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് വായിച്ചറിയുവാൻ കഴിഞ്ഞു. 6 മുതൽ 8 വരെ എസ്കോർട്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് മുഖ്യമന്ത്രിയുടേത് ഉൾപ്പെടെ 3 വാഹനങ്ങളാക്കി അത് ചുരുക്കുന്നു. വഴിയിൽ ഒരു വാഹനത്തിന് തടയുന്നില്ല, ഒരു വാഹനവും പാർക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല. പുതിയ കാർ വാങ്ങുന്നില്ല, കാറിൻ്റെ കളർ നോക്കുന്നില്ല. ഇതെല്ലാം വായിച്ചപ്പോൾ ജനാധിപത്യത്തിൻ്റെ നിർവചനം ഞാനൊന്ന് വായിച്ചു നോക്കി. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണോ നടക്കുന്നത്? അത് സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടിയുള്ള ഭരണമല്ലേ നടക്കുന്നത്? ഇവിടെ ജനങ്ങളാൽ നടത്തപ്പെടുന്ന ഭരണമാണോ? ഇവിടെ ഉദ്യോഗസ്ഥരാൽ നടത്തപ്പെടുന്ന ഭരണമല്ലേ നടക്കുന്നത്? ഇവിടെ ജനങ്ങളാണോ ഭരണം നടത്തുന്നത്? ഇവിടെ ഉദ്യോഗസ്ഥരല്ലേ ഭരണം നടത്തുന്നത്? അപ്പം അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ആ തനത് സൗന്ദര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ ആദ്യമേ സെക്രട്ടേറിയറ്റും കളക്ടറേറ്റുകളും അടച്ചു പൂട്ടണം. കാരണം അത്തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത അധികാര സ്ഥാപനങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യമില്ല. ജനങ്ങളാണ് രാജാക്കന്മാരെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണെങ്കിൽ ജനങ്ങൾ എവിടെയാണോ, അത് വീട്ടിലാണോ തൊഴിൽ സ്ഥലത്താണോ എവിടെയായാലും അവിടെ ഉദ്യോഗസ്ഥന്മാർ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ ആവശ്യങ്ങൾ അവിടെ വെച്ച് തന്നെ നടത്തി കൊടുക്കണം. ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ കാലമല്ലേ. ഒരു ഫയലിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ പരിശോധനകൾ നടത്തണമെങ്കിൽ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കളക്ടറേറ്റുകളിൽ ആ ഫയല് ചുവപ്പ് നാടയിൽ ഫയൽ കൂമ്പാരങ്ങളിൽ അട്ടിയിട്ട് ആഴ്ചകളും മാസങ്ങളുമൊക്കെ അതിൻ്റെ പിറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? കമ്പ്യൂട്ടറിൽ നിമിഷ നേരം കൊണ്ട് ആ അപേക്ഷയിൽ നടത്തേണ്ട പരിശോധനകൾ നടത്താമല്ലോ, നിമിഷ നേരം കൊണ്ട് തീരുമാനം ഉണ്ടാക്കാമല്ലോ. യഥാർത്ഥത്തിൽ ഒരു ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ജനങ്ങളുടെ ഭരണമായി മാറും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായി മാറും, ജനങ്ങളാൽ നടത്തപ്പെടുന്ന ഭരണമായി മാറും, ജനങ്ങൾ നടത്തുന്ന ഭരണമായി മാറും. വി സതീശൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഈ സൗന്ദര്യത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.